കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ദേവതാലോകമാണ്. അവിടെ സൗന്ദര്യ ദേവത ബാൽവീറിനെ ശക്തി നൽകുന്നതിനു വേണ്ടി തയ്യാറാക്കുകയാണ്. പിന്നീട് ദുഷ്ടലോകം കാണിക്കുന്നു. അവിടെ ദുഷ്ടദേവത കുട്ടുമാനോട് പറയുന്നു താൻ ദേവതാലോകത്തേക്ക് പോകുകയാണെന്ന്. എന്നാൽ കുട്ടുമാൻ അവരെ തടയുന്നു. പക്ഷേ ദേവതാലോകത്തേക്ക് പോകുന്നു. ദേവതാലോകത്ത് എല്ലാ ദേവതമാരും ബാൽവീറിന്റെ ശക്തിദാന ചടങ്ങിനുവേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. റാണി ദേവത അവരെയെല്ലാം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ദുഷ്ടദേവത അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ദുഷ്ടദേവതയ്ക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു. കാരണം അവിടെ മുഴുവനും സുരക്ഷാ കവചമുണ്ട്. അടുത്തതായി ബാൽവീർ തന്റെ പുതിയ സ്യൂട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നു. അവന് ഓരോ ദേവതമാരും വന്ന് അവരുടെ ശക്തികൾ കാണിച്ചു കൊടുക്കുന്നു. ഇതേ സമയം ദുഷ്ടലോകത്തേക്ക് ദുഷ്ടദേവത തിരികെ വരുന്നു. കാര്യം മനസ്സിലായ കുട്ടുമാൻ അവരെ കളിയാക്കുന്നു. ദുഷ്ടദേവത അവനോട് ദേവതാലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അവന്റെ മാന്ത്രികജലത്തിൽ നോക്കാൻ പറയുന്നു. അവൻ അത് നോക്കുന്നു. അവർ ബാൽവീറിന് റാണി ദേവത ഒരു മാന്ത്രിക ദണ്ഡ് നൽകുന്നത് കാണുന്നു. എന്നാൽ അവർക്ക് ബാൽവീറിന്റെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല. കുട്ടുമാൻ പറയുന്നു അവന്റെ ഗന്ധം ലഭിക്കുകയാണെങ്കിൽ തനിക്ക് അവന്റെ മുഖം കണ്ടെത്താൻ സാധിക്കുമെന്ന്.